സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 37 പേരാണ് രക്തദാനം ചെയ്തത്. ആരോഗ്യ നികേതനം ആയുർവേദ ആശുപത്രി എടപ്പാളും BDK പൊന്നാനി താലൂക്ക് കമ്മിറ്റിയുടെയും പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബ്ലഡ് സെന്ററിന്റെയും സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. എടപ്പാൾ ആരോഗ്യ നികേതനം ആയുർവേദ ഹോസ്പിറ്റലിൽ വെച്ച് സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിൽ 57 പേർ രജിസ്റ്റർ ചെയ്യുകയും 15 പുതു രക്തദാതാക്കളും 7 വനിതകളും ഉൾപ്പെടെ 37 പേർ രക്തദാനം നിർവഹിക്കുകയും ചെയ്തു. ആരോഗ്യ നികേതനം മാനേജിംഗ് ഡയറക്ടർ ഷൌക്കത്ത് നടുവട്ടം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് MA നജീബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഏകദേശം 1 വർഷക്കാലമായിട്ടാണ് ഈ ഹോസ്പിറ്റൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. ഈ 1 വർഷത്തിനിടയ്ക്ക് വലിയ സാമൂഹിക ഇടപെടലൊക്കെ നടത്തി നമ്മുടെ നാട്ടിലെ ഒരു പൊതുരംഗത്തെ നമ്മുടെ ആളുകൾക്ക് വലിയ രീതിയിലുള്ള ആശ്വാസമാകുന്ന പല രീതിയിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഈ ഹോസ്പിറ്റലിന് സാധിച്ചു. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവരുടെ പേഷ്യൻസും അതുപോലെ തന്നെ അവരുടെ മറ്റു കച്ചവടവും ഒക്കെ ആയിരിക്കും യഥാർത്ഥത്തിൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക. പക്ഷേ ഇവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുമ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ ഗ്രാമപഞ്ചായത്തിലേക്ക് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊക്കെ ഒരു കൈത്താങ്ങായി ഹോസ്പിറ്റൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇനിയും നമ്മളൊരു പല പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിന് ഗുണകരമാവുന്ന രീതിയിൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ പല പ്രവർത്തനങ്ങൾ നടത്താൻ, സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ തയ്യാറാണ്. ആരോഗ്യ നികേതനം മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷമീൽ രാമചന്ദ്രൻ, വട്ടംകുളം പഞ്ചായത്ത് മെമ്പർ റാബിയ, BDK മലപ്പുറം ജില്ലാ രക്ഷാധികാരി ജുനൈദ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഇത്രയും ഫാഷൻ പോരെ മോളെ? പവിത്ര ബന്ധം, പരിശുദ്ധ സ്വർണം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, തൃശൂർ റോഡ്, ഇടപ്പാൾ. ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ?